ഒന്ന് കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായി എന്ന് റിപ്പോർട്ട് വരുന്നു. വാട്ടർ അതോറിറ്റി ടാങ്കർ വെള്ളം ഉൾപ്പെടെ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളമെത്തുന്നത്. ഫ്ളാറ്റിൽ ഇന്ന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടക്കും. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് 300-ലധികം പേർ ചികിത്സ തേടി വയറിളക്കവും ഛർദിയും കൊണ്ട് എന്ന് വാർത്ത വരുമ്പോൾ വിനീത വിജി ഈ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. DLF ഫ്ളാറ്റിന് മുന്നിലാണ് വിനീത വിജി ഉള്ളത്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ DLF ഫ്ളാറ്റിന്റെ B ബ്ലോക്കിലാണ്. ഇവിടെയാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതാണ്ട് 300-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും ബാധിക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 25-ലധികം കുട്ടികൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 3 സ്രോതസ്സിലൂടെയാണ് ഇവർക്ക് പ്രധാനമായും വെള്ളം ലഭിക്കുന്നത്. അത് ഈ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമുണ്ട്, ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കിണറിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം, ഒപ്പം ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം, ഇങ്ങനെ 3 സ്രോതസ്സുകളിലുള്ള വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് വെള്ളത്തിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായെന്നുള്ള കാര്യങ്ങളിൽ ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ വകുപ്പ് ഇവിടെ എത്തി വെള്ളത്തിന്റെ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലാന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും 300-ലധികം താമസക്കാരാണ് വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത്. തൃക്കാക്കര MLA ഉമാ തോമസ് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നഗരസഭാ കൗൺസിലർമാരും ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൂടി വേണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ നഗരസഭയുടെ മറ്റും നേതൃത്വത്തിൽ ഇവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യ വിഭാഗം ഇവിടെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള ചില ഫോമുകളൊക്കെ തന്നെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഏകോപനമൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. കാരണം നിരവധി ആളുകൾ താമസിക്കുന്ന സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇനി ഏത് തരത്തിൽ ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴും ഈ ടാങ്കറുകളിൽ വെള്ളം ഇവിടേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും കൗൺസിലർമാരടക്കം ഇവിടെ എത്തി വേണ്ട നടപടികൾ അത് എത്രയും വേഗം സ്വീകരിക്കുക തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, വിനീത വിജിയാണ് കൊച്ചിയിലെ കാക്കനാട് DLF ഫ്ളാറ്റിന് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന 300-ലധികം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും കൊണ്ട് അസുഖം ബാധിച്ചു. അത് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.